ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറക്കിയ 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളാണ്. അപ്പോൾ ആ ഒരു സ്റ്റാമ്പുകളുടെ വാല്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാമ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാമ്പുകളാണ് 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളും. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പുകളാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്ന ഈ ഒരു സ്റ്റാമ്പുകളാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പുറത്തിറക്കിയ 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകൾ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 15 ആഗസ്റ്റിന് 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏകദേശം ആ ഒരു മാസത്തിൽ തന്നെ 20-ാം തീയതി 21-ാം തീയതി അടുപ്പിച്ചാണെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ, അതായത് ഈ ഒരു സ്റ്റാമ്പ് ഓരോരോ സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ നമ്മുടെ അടുത്തടുത്തുള്ള വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു 3 സ്റ്റാമ്പുകളും അതുപോലെ തന്നെ ഈ ഒരു 3 സ്റ്റാമ്പുകളുടെ വാല്യൂ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 15 ഓഗസ്റ്റ് 1947 നമ്മുടെ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു വർഷവും ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് നമുക്കിവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് പോസ്റ്റേജ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. 3.5 അണ, ആ ഒരു അത് 3 എന്നുള്ളതാക്കും, 2 എന്നുള്ളതാക്കും. പിന്നെ AS എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ AS എന്നുള്ളത് അണാസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാമ്പാണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഡേറ്റും വർഷവും ആ ഒരു മാസവും എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് നമുക്ക് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരിക്കും. 12 അണാസാണ് ഈ ഒരു സ്റ്റാമ്പിൻ്റെ വാല്യൂ വരുന്നത്. ഏറ്റവും താഴെയായിട്ട് ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ടായിരിക്കും. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു സ്റ്റാമ്പാണ്. ഈ ഒരു സ്റ്റാമ്പ് അത്യാവശ്യം ചെറിയൊരു വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് 2 സ്റ്റാമ്പുകൾക്കും അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് 1.5 അണാസ് എന്നറിയപ്പെടുന്ന സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും 1 എന്നുള്ളത്, 2 എന്നുള്ളതാക്കും. അതിന് താഴെ അണാസ് AS എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ നമുക്ക് ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഹിന്ദി ലെറ്ററിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റാമ്പിൻ്റെ ആ ഒരു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് തന്നെ നമ്മുടെ അശോക സ്തംഭം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3 സ്റ്റാമ്പുകളിലും വരുന്ന ആ ഒരു വാല്യൂവിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ഒരു 3 സ്റ്റാമ്പുകളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആദ്യമായിട്ട് പുറത്തിറക്കിയ 3 സ്റ്റാമ്പുകൾ. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് ഇതുപോലുള്ള 3 സ്റ്റാമ്പുകളും കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു 3 സ്റ്റാമ്പുകളും കൂടെ ചേർന്ന് വരുന്ന സ്റ്റാമ്പുകൾക്ക് ഏകദേശം 1500-2000 രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ സ്റ്റാമ്പിന്. അതുപോലെ തന്നെ ഈ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളുടെ മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പിന് ഇതിനേക്കാളും വില കൂടുതലായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എൻ്റെ കളക്ഷനിൽ ഏകദേശം ഞാൻ 2 സെറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു 2 സ്റ്റാമ്പുകളും കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്റ്റാമ്പ്, അതായത് ഈ ഒരു 1.5 അണാസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാമ്പ് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ കാണുന്നുണ്ട്. വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 200 രൂപ 300 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പ് നമുക്ക് കുറഞ്ഞൊരു വിലയ്ക്ക് കിട്ടാം. മറ്റ് ഈ 2 സ്റ്റാമ്പുകളും മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. നല്ലൊരു മിൻറ്റ് കണ്ടീഷൻ സ്റ്റാമ്പിന് ഈ ഒരു സ്റ്റാമ്പിനൊക്കെ ഈ 2 സ്റ്റാമ്പുകൾക്കും അത്യാവശ്യം നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പുകളൊക്കെ പതിപ്പിച്ച്, അതായത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരോ പോസ്റ്റ് കാർഡിൽ നമ്മൾ ഒട്ടിച്ചിട്ട് അയക്കും. അതുപോലുള്ള പോസ്റ്റ് കാർഡുകളൊക്കെ വരുന്ന സ്റ്റാമ്പുകൾക്കാണെങ്കിൽ അത്യാവശ്യം മാർക്കറ്റിൽ പിന്നെയും വില കൂടുന്നതാണ്. എൻ്റെ കൈവശം ഏകദേശം ഈ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു പോസ്റ്റ് ചെയ്ത ഒരു കവറുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ 2 സ്റ്റാമ്പുകൾ മാത്രമായിട്ടാണ് എൻ്റെ കളക്ഷനിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു 3 സ്റ്റാമ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തടുത്തുള്ള വീഡിയോയിൽ നമുക്ക് ഈ ഒരു 3 സ്റ്റാമ്പിൻ്റെ സൈസ്, കളർ, അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയ ഏത് ദിവസമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്ന വീഡിയോ നമ്മൾ അടുത്തടുത്തുള്ള വീഡിയോയിലൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 സ്റ്റാമ്പുകൾ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.